എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ 185-ാമത്തെയാണ്. ഈ ബുക്കിൻ്റെ റിവ്യൂ സംബന്ധിച്ച് 35-ാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇതിൽ ഇന്ന് തൊട്ട് തുടങ്ങാൻ പോകുന്നത് 11-ാമത്തെ അധ്യായമാണ്. ഇത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിനെ 4 കുഞ്ഞു വീഡിയോകളാക്കി ഇടാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ 2ആയിട്ടും പറയാം, 1ആയിട്ട് വേണമെങ്കിലും എനിക്ക് പറയാം. പക്ഷേ കേൾക്കുന്നവർക്ക് അത് വീണ്ടും വീണ്ടും ഇട്ട് കേൾക്കാനും അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാനും അഥവാ നോട്ട്സ് എഴുതണമെങ്കിൽ നോട്ട്സ് എഴുതി വയ്ക്കാനും ഒക്കെ ചെയ്യുന്ന രീതിയിൽ ഇതിനെ ചെറുതായിട്ടാക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ തന്നെ 4 കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാം. അപ്പം ഒരു വീഡിയോ ഒരു ദിവസം കേൾക്കുന്നു, 2-3 പ്രാവശ്യം ഇട്ട് നോക്കുന്നു, അതിനെ നല്ലപോലെ മനസ്സിലാക്കുന്നു, 1-2 പോയിൻറ്റ്സ് എഴുതി വയ്ക്കുന്നു, അന്നത്തെ ഡേറ്റ് ഇടുക, വീഡിയോ നമ്പർ. അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ വീഡിയോ നമ്പറും അതിൻ്റെ ഈ ബുക്കിൻ്റെ പാർട്ട് എത്രാമത്തെ പാർട്ടാണ്, ബുക്ക് റിവ്യൂവിലെ എത്രാമത്തെ പാർട്ടാണ്, മൊത്തത്തിൽ ചാനലിൽ വരുമ്പം 185-ാമത്തെ വീഡിയോ, ഈ ബുക്ക് റിവ്യൂവിൽ 35-ാമത്തെ വീഡിയോ. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇട്ടിട്ട് പോകുമ്പം നാളെ എന്തെങ്കിലും ഒന്ന് നമ്മൾ എഴുതിയത് നമുക്കേ മനസ്സിലാവത്തില്ല. അങ്ങനെ ഉള്ളപ്പം പെട്ടെന്ന് ആ വീഡിയോയിൽ പോയിട്ട് നോക്കിയെടുത്താൽ മതി. അതിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ് തുടങ്ങുന്നത്. ഓക്കെ, ഇപ്പം ഈ 11-ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഹെഡിങ് എന്തുവാണോ കൊടുത്തിരിക്കുന്നത്, ഡോക്ടർ ജോസഫ് മർഫി, യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആസ് എ പാർട്ട്ണർ ഇൻ സക്സസ്. സക്സസ് എന്ന് വെച്ചാൽ എന്തുവാ, വിജയം. സക്സസ് എന്ന് വെച്ചാൽ എല്ലാത്തിലും വിജയിക്കുക എന്നുള്ളത്. എല്ലാത്തിലും വെച്ചാൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നോ അതിലൊക്കെ വിജയിക്കുക, അതാണ് സക്സസ്. അപ്പം ഇപ്പോൾ ലൈഫ് പാർട്ട്ണർ, പങ്കാളി, ജീവിത പങ്കാളി, അതുപോലെ ഈ സക്സസ്സിന് നമുക്കൊരു പാർട്ട്ണർ വേണം. ഇപ്പം നമ്മൾ മാത്രം ഒരാളായിട്ട് ഇരുന്ന് തുഴയാതെ ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തെള്ള് എന്ന് പറയത്തില്ല, അതുപോലെ നമ്മളെ സഹായിക്കാൻ ഒരു പാർട്ട്ണർ നമുക്കുണ്ടെങ്കിൽ കൊള്ളാം. അത് ഏതിനെ പാർട്ട്ണറാക്കണം അല്ലെങ്കിൽ ആരെ പാർട്ട്ണറാക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ പാർട്ട്ണറാക്കുക. എന്നുവെച്ചാൽ നേരത്തെ നിങ്ങൾക്ക് പല പ്രാവശ്യം കേട്ട് മനസ്സിലായതാണ്, ഉപബോധ മനസ്സിനുള്ള ഇൻഫിനിറ്റ് ഇൻ്റലിജൻസാണ്, ക്രിയേറ്റീവ് ഇൻ്റലിജൻസാണ്, മാർവലസ് പവറാണ് അതിനകത്തുള്ളത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത പവറുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനം. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ ആരും മൈൻഡ് ചെയ്യാറില്ല. ഓക്കെ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിൽ 10% ഈ കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, ഒരു കടലിലെ ഒരു വലിയ മല അകത്ത് മുങ്ങിയിരിക്കുന്ന പോലെ ആലോചിച്ചോളൂ. അതിൻ്റെ ടിപ്പ് മാത്രമാണ് വെളിയിൽ കാണുന്നത്, ആ മലയുടെ ടിപ്പ്. ആ ടിപ്പ് എന്ന് പറയുന്നതാണ് 10%. ആ 10%മാണ് ഈ കോൺഷ്യസ് മൈൻഡ്. ബോധപൂർവം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കോൺഷ്യസ് മൈൻഡ് കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 10% വെച്ചേ ഇവിടെ ഓരോരുത്തർ കൊടികെട്ടി പറക്കുന്നു, അത്രയും കാര്യങ്ങൾ സാധിക്കുന്നു. അങ്ങനെ ഉള്ളപ്പം ഈ 90% കടലിൻ്റെ അടിയിലാണ് കിടക്കുന്നത്. അപ്പം അതിനാണ് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്കിൽ ഇപ്പം 35 വീഡിയോയിൽ കണ്ടതും 34 വീഡിയോയിൽ ഇതുവരെ കണ്ടതും ഇനി കുറേ വീഡിയോകളിൽ കാണാൻ പോകുന്നതും എല്ലാം എന്തുവാ, ഈ ഉപബോധ മനസ്സിൻ്റെ അപാരമായ ശക്തിയെക്കുറിച്ചാണ്. അപ്പം ഓരോ മനുഷ്യനകത്തും ഇതുണ്ട്, ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഉള്ളതാണ് ഇത്. അപ്പം നമ്മൾ എന്തുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തിക്കൂടാ, എന്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി വലിയ ആളാകാൻ എന്തുകൊണ്ട് നമുക്ക് ഒക്കത്തില്ല? ഒക്കും, എല്ലാവർക്കും ഒക്കും. അതാണ് പറഞ്ഞത്, എല്ലാ മനുഷ്യനും ഒരേപോലെ ശക്തിയാണ് തന്നു വച്ചിരിക്കുന്നത്. ദൈവത്തിനെ സംബന്ധിച്ചവരെ ഇവൻ നന്നായിട്ട് വരണം, ഇല്ലെങ്കിൽ ഇവൻ ചീത്തയാകണം, ഇവൻ കഷ്ടപ്പെടണം, ഇവൻ സന്തോഷിക്കണം, ഇവന് പണം വേണം, ഇവന് പണമില്ല, ഇവന് പഠിപ്പുണ്ട് പഠിപ്പില്ല, യാതൊരു വ്യത്യാസമില്ല. ഇവന് കുണ്ടലിനി ശക്തി ഉണരും, ഇവന് ഉണരത്തില്ല, ഇവന് കുണ്ടലിനി ശക്തി വേണ്ട, ഇത് വേണം. മനുഷ്യനെ സംബന്ധിച്ചവരെ നമ്മളെല്ലാവരും ഒരു ശക്തിയുടെ മക്കളാണ്.
ആ ആദിപരാശക്തിയുടെ മക്കളാണ്. നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ് ദൈവം കഴിവ് തന്നു വെച്ചിരിക്കുന്നത്. പക്ഷേ പിന്നെ നമ്മൾ തമ്മിൽ എന്താ ഇത്രയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളതിനെ എത്ര ദൂരം മനസ്സിലാക്കി എടുക്കുന്നു, എത്ര ദൂരം അതിനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതിലാണ് ഈ വ്യത്യാസം. ഓക്കെ, അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഈ 90% ഇഫക്റ്റീവായിട്ടുള്ള ആ ഉപബോധ മനസ്സിനെ നമ്മളൊരു ജീവിത പങ്കാളിയല്ല, ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയായിട്ട് നമ്മൾ എടുക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൻ്റെ സാരാംശം. ഓക്കെ, അപ്പം ഈ സക്സസ് മീൻസ് സക്സസ്ഫുൾ ലിവിങ്. ഈ സക്സസ് എന്ന് വെച്ചാൽ വിജയിക്കുക. അപ്പോൾ ഈ വിജയിക്കുന്നതെന്ന് പറയുന്നത്, ഇന്ന് ഏതോ ഒരു കാര്യം ചെയ്തു, അതിലെനിക്ക് സക്സസ് കിട്ടി, ഓക്കെ, അപ്പം ഞാൻ സക്സസ്ഫുൾ മാനാണ് പറയാൻ പറ്റില്ല. ഈ സക്സസ്ഫുൾ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ലിവിങ് ആണ്. ഈ സക്സസ്ഫുൾ ലിവിങ് എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ ജീവിതകാലം മൊത്തം സക്സസ്ഫുള്ളായിട്ട് ജീവിക്കണം. ഓക്കെ, നമ്മൾ തൊടുന്നതിലും എടുക്കുന്നതിലും പിടിക്കുന്നതിലും എല്ലാത്തിലും നമുക്ക് വിജയിക്കണം. അതാണ് സക്സസ്ഫുൾ ജീവിതം. പിന്നെ ഈ ഒരാൾ സക്സസ്ഫുൾ ജീവിതമാണോ നയിക്കുന്നേ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പം വെള്ളത്തിനാണെങ്കിൽ ലിറ്റർ ഉണ്ട്, ഡിസ്റ്റൻസിനാണെങ്കിൽ കിലോമീറ്റർ ഉണ്ട്, വെയ്റ്റിനാണെങ്കിൽ കിലോഗ്രാം, ക്വിൻ്റൽ, ടൺസ്, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ അളവുകോലുണ്ട്. ഇപ്പം നമ്മളുടെ സക്സസ്സിനെ ഏത് വെച്ച് അളക്കാം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ജീവിതത്തിനെ എങ്ങനെ വെച്ച് അളക്കാം എന്ന് ചോദിച്ചാൽ, അതിനും അളക്കാനൊരു മെഷർമെൻ്റ് ഉണ്ട്. ആ മെഷർമെൻ്റാണ് ഒരുത്തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട 2-3 കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെ എന്തുവാ? ഒന്നാമത്തെ കാര്യം മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനം. രണ്ടാമത് മനസ്സിന് സമാധാനം. രണ്ടാമത് സന്തോഷം, ജോയ്, ഹാപ്പിനെസ്. സോ പീസ്ഫുൾ ലൈഫ്, പീസ് ഓഫ് മൈൻഡ്, അതൊന്ന്. രണ്ടാമത് ഹാപ്പിനെസ്, ജോയ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇത് വെച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിനെ അളക്കാൻ പറ്റുന്നത്, ഒരുത്തൻ സക്സസ്ഫുൾ ആണോ ഇല്ലയോ എന്ന്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. അപ്പം നിങ്ങൾ തന്നെ ഒരു മാർക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് മനസ്സമാധാനമുണ്ടോ? എന്ത് വന്നാലും എന്ത് പോയാലും മനസ്സിന് ഒരു സമാധാനം ഉണ്ടോ? നമ്പർ 1. നമ്പർ 2, എന്ത് സംഭവിച്ചാലും, ആളുകൾ നമ്മളുടെ പുറത്ത് കല്ലെടുത്തെറിഞ്ഞാലും, അല്ലെങ്കിൽ നമ്മൾക്ക് കനകാഭിഷേകം ചെയ്താലും നമ്മൾ എപ്പോഴും ഒരുപോലെ സന്തോഷമായിട്ട് ഇരിപ്പുണ്ടോ? അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? ഓരോരുത്തരുടെ ജീവിതത്തിലും നിങ്ങൾക്ക് എത്ര മാർക്ക് കൊടുക്കാം? 5% ആണോ, 10% ആണോ, 100% ആണോ, 85% ആണോ, 50% ആണോ? ഈ ഒരു മാർക്ക് ഇപ്പം നിങ്ങൾ ഇടണം. അപ്പോഴേ നമ്മളുടെ ലെവൽ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സോ സക്സസ് വേണം, വിജയിക്കണം, അതിന് സക്സസ്ഫുൾ ലൈഫായിരിക്കണം. ആ സക്സസ്ഫുൾ ലൈഫിനെ എങ്ങനെ അളക്കണം, അതിന് എത്ര മാർക്ക് ഇടണം എന്നുള്ളത് നമുക്ക് അറിയണം. ആ മാർക്കിൻ്റെ അളവുകോൽ എന്തുവാ, സ്കെയിൽ എന്തുവാ? പീസ് ഓഫ് മൈൻഡും ഹാപ്പിനെസ്സുമാണ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ടീച്ചറെ എപ്പോൾ നോക്കിയാലും പണം വേണം, സ്പിരിച്വൽ ലൈഫിലും പണം വേണം, സ്പിരിച്വാലിറ്റിക്കും പണം വേണമെന്ന് പറയുന്നല്ലോ. അപ്പം പണം വേണ്ടേ ഇവിടെ? പണം എല്ലാത്തിനും കാരണമല്ല. അതായത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിനും ഹാപ്പിനെസ്സിനും ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, 90% നമുക്ക് ഹാപ്പിനെസ് ചിലപ്പം പൈസ കൊണ്ട് കിട്ടാം, കാശ് കൊണ്ട് നേടാം. പക്ഷേ ബാക്കി ഒരു 10% ഉണ്ടല്ലോ, അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് അതായത് സ്നേഹം, മര്യാദ, നല്ല പേര്, നല്ല ജീവിതം, അതൊക്കെ ജീവിക്കണം. അന്തസ്സ്, ഒരു സൊസൈറ്റിയിൽ ഒരു അന്തസ്സ്. ആളുകൾ നമ്മളെ കാണുമ്പം, നമ്മളങ്ങോട്ട് വരുമ്പം അവരെ അറിയാണ്ട് അവരെ എണ്ണിക്കും. അപ്പം
ഇപ്പോൾ ഒരു പ്രിൻസിപ്പളായിട്ടിരുന്നതുകൊണ്ട് നമുക്കും അറിയാം അതൊക്കെ. ആരും പറഞ്ഞു ഇതേ പ്രിൻസിപ്പൾ വരുന്നു എനിക്ക് ഇന്ന് ആരും പറയത്തില്ല. അവർക്ക് ഞാനാണ് പ്രിൻസിപ്പൾ എന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന വരുന്ന ആളാണ് പ്രിൻസിപ്പൾ എന്ന് അറിഞ്ഞാൽ അവർ പെട്ടെന്ന് എണ്ണിക്കും. അതൊരു അന്തസ്സാണ്, അതൊരു മര്യാദയാണ്. ഓക്കെ, അത് ഒരു ബഹുമാനമാണ് അവർ കാണിക്കുന്നത്. ഓക്കെ, അപ്പം അതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ കുറേ കാര്യങ്ങൾ, കുറേ സുഖസൗകര്യങ്ങളും കുറേ ഹാപ്പിനെസ്സും ഒക്കെ നമുക്ക് കാശ് കൊണ്ട് നേടിയെടുക്കാം. ഓക്കെ, അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പീസും ജോയ് ആൻഡ് ഹാപ്പിനെസ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ മണി പറഞ്ഞിട്ടില്ല. ഓക്കെ, അതാണ് സക്സസിൻ്റെ അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഈ സമാധാനം, സന്തോഷം, ഈ എല്ലാവരോടെയും ചേർന്ന് ജീവിക്കുന്നത്, ഈ എല്ലാവരോടെയും ചേർന്ന് ജീവിക്കുന്നു എന്ന് പറയുമ്പോഴേ സമാധാനത്തിനും സന്തോഷത്തിനും വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും അവിടെ. നമ്മൾ ഒറ്റയ്ക്ക് ജീവിച്ചാൽ നമുക്ക് ചിലപ്പം സന്തോഷവും സമാധാനവും കിട്ടുമായിരിക്കും. പക്ഷേ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളൊരു സൊസൈറ്റിയിലാണ്, നമ്മളൊരു ഫാമിലിയിലാണ്, നമ്മളൊരു കുടുംബത്തിലാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 പേരുണ്ടെങ്കിൽ 4 പേരുടെ കൂടെ അനുസരിച്ച് പോകണം. പണ്ടൊക്കെ കൂട്ടുകുടുംബത്തിൽ 10, 15, 20 പേരുണ്ടായിരുന്നു. എല്ലാവരെയും അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്കൊരു മനസ്സമാധാനം, രാത്രി മിണ്ടാതെ കിടന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഇൻറ്റഗ്രിറ്റി, സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഒരു മനസ്സിനൊരു ധൈര്യം. ഇപ്പം 4 പേരുടെ കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവരാണ് നമുക്ക് ഏറ്റവും തലവേദന തരുന്നത്. എന്നാലും അവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അവരുടെ പ്രസൻസ് നമുക്ക് വേണം. അപ്പോഴേ നമുക്കൊരു ധൈര്യം കിട്ടത്തുള്ളൂ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ചിലപ്പോൾ നമ്മൾ ധൈര്യം അത്രയും കാണിക്കാൻ പറ്റില്ല. 4 പേരുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. അപ്പോൾ ആളുകൾ വേണം, ഫാമിലി വേണം, സൊസൈറ്റി വേണം, എല്ലാം വേണം. പക്ഷേ ഈ ഭാഗത്തു നിന്നായിരിക്കും നമുക്ക് കോൺസ്റ്റൻ്റായിട്ട് നിരന്തരം അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആൾ മാറി നമ്മൾക്ക് ആരോ അയച്ചുകൊണ്ടിരിക്കും. ആ ആരോയിനെയൊക്കെ എങ്ങനെ തടുത്ത് നിർത്തി എങ്ങനെ നമ്മൾ ജീവിക്കുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ വിജയം. അതിന് ആരെ കൂട്ടുപിടിക്കാം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ, ഉപബോധ മനസ്സിനെ കൂട്ടുപിടിക്കണം. ഓക്കെ, പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വേണം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുക. ധ്യാനിക്കുക എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, ഇതെല്ലാം വെർച്യൂസ് എന്ന് പറയും, നല്ല കാര്യങ്ങളാണ്. ഈ നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും വേണമെന്ന് പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കണം, ധ്യാനിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണം, അത് കിട്ടാനുള്ള വഴികൾ തേടണം. അത് ഇപ്പം നേരത്തെ എൻ്റെ വീഡിയോസിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈൻഡ്ഫുൾനെസ്, അവെയർനെസ്, 50-50, 3 ടിപ്സ്, സൈലൻസ്, സ്മൈല്, അങ്ങനെ കുറേ ടിപ്സുകളൊക്കെ തന്നിട്ടുണ്ട്. ഇതുമാതിരി കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താലേ നമുക്ക് ഒരു 75% സമാധാനവും സന്തോഷകരവും നിറഞ്ഞ ഒരു ജീവിതം കിട്ടും. ഓക്കെ, അപ്പം ഇതിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് വേർ മോത്ത് ആൻഡ് റസ്റ്റ് ഡു നോട്ട് കൺസ്യൂം. മോത്ത് എന്ന് വെച്ചാൽ ഈ ചിത്രശലഭം പോലെ രാത്രി ബ്രൗൺ കളറിലൊരു വരും, ബട്ടർഫ്ലൈ പോലെ, അതിൻ്റെ പേരാണ് മോത്ത്. ബട്ടർഫ്ലൈ എന്ന് പറയുമ്പം കളർഫുൾ വിങ്സാണ്. മോത്തിന് വെറും ഒരു ബ്രൗൺ കളറാണ്. അതാണ് അത് രാത്രി ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ വേർ മോത്ത് ആൻഡ് റസ്റ്റ് എന്ന് വെച്ചാൽ തുരുമ്പിക്കുന്നത്. അപ്പം എന്തോ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ പങ്കാളിയാക്കിയാൽ, ഈ ഉപബോധ മനസ്സിനെ എന്തിനാണ് പങ്കാളിയാക്കുന്നതെന്ന് വെച്ചാൽ ഈ നല്ല ഗുണങ്ങളൊക്കെ ഇല്ല, നല്ല കാര്യങ്ങൾ, നല്ല വക കാര്യങ്ങൾ എന്തൊക്കെയാ? പീസ്, സമാധാനം, ജോയ്, ഹാപ്പിനെസ്, ഇൻറ്റഗ്രിറ്റി, ഹാർമോണി എന്ന് വെച്ചാൽ എല്ലാവരുടെ കൂടെയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ജീവിതം, സെക്യൂരിറ്റി, ഒരു സുരക്ഷിതം. ഇതെല്ലാം ഈ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തീന്ന് വെളി വരുന്ന ആഗ്രഹങ്ങളാണ്. എല്ലാവർക്കും ഇതൊക്കെ വേണം. ആരെങ്കിലും ഒരാൾ എനിക്ക് പീസ് ഓഫ് മൈൻഡ് ഒന്നും വേണ്ട, എനിക്ക് പണം മാത്രം മതി, ഞാൻ ഹാപ്പി ആയിരിക്കും, 100% ഞാൻ ഹാപ്പി ആയിരിക്കും, ഒരാൾ പറയട്ടെ ഈ ലോകത്ത്? ആരെക്കൊണ്ടും പറയാനൊക്കത്തില്ല. എന്നുവെച്ചാൽ വെറും പണം കൊണ്ട് എല്ലാം ഒന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. ഈ പീസ് ഓഫ് മൈൻഡിനെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റത്തില്ല.
മൈൻഡിനെ പീസാക്കിയാലും നടക്കത്തില്ല. ഓക്കെ, സോ അപ്പോൾ ഇതൊക്കെ ഉപബോധ മനസ്സിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ആഗ്രഹങ്ങളാണ്. ഇതൊക്കെ വരണമെങ്കിൽ നമ്മൾ ആ ഉപബോധ മനസ്സിനെ തന്നെ ഒരു പങ്കാളിയാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളിയാക്കുക. ഓക്കെ, അതാണ് ആ ഉപബോധ മനസ്സിനെയാണ് എന്തോ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ബൈബിളിൽ, ഇറ്റ് ഈസ് വെയർ മോത്ത് ആൻഡ് റസ്റ്റ് ഡു നോട്ട് കൺസ്യൂം. മോത്ത് വന്ന് തിന്നേച്ച് പോകത്തില്ല, തുരുമ്പിക്കത്തില്ല. ആൻഡ് വേർ തീവ്സ് ഡു നോട്ട് ബ്രേക്ക് ത്രൂ. കള്ളന്മാർ വന്ന് മോഷ്ടിക്കത്തില്ല. ആൻഡ് സ്റ്റീൽ, കള്ളന്മാർ കതവ് അടിച്ച് പൊളിച്ച് തുറന്ന് വന്ന് കട്ടെടുത്തുകൊണ്ട് പോകുന്ന കാര്യമല്ല നമ്മുടെ ഉപബോധ മനസ്സ്. അപ്പം അതിനെ നിങ്ങൾ ജീവിത പങ്കാളിയാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ശരി. അപ്പോൾ സന്തോഷം എന്ന് വെച്ചാൽ എന്തുവാ? സന്തോഷത്തിന് മൂലകാരണം നമ്മുടെ ഉപബോധ മനസ്സാണ്. അപ്പോൾ ഈ സന്തോഷ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള അളവുകോൽ, അതിൻ്റെ പാരാമീറ്റർ, അതിൻ്റെ സ്കെയിൽ, ഏത് സ്കെയിൽ വെച്ച് അളക്കും എന്നുള്ളതൊക്കെ ഇപ്പം കണ്ടു. ഇനി the 3 steps to success. ഓക്കെ, സക്സസ് ആണ് നമുക്ക് വലുത്. അപ്പോൾ വിജയകരമായിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടിയത്. അപ്പം ഈ ജീവിതത്തിൽ വിജയിക്കുന്നു എന്നുള്ളപ്പം എന്തൊക്കെ വേണ്ടിയത്, എങ്ങനെയൊക്കെയാണ്? ശരി, ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് ഉപബോധ മനസ്സിന് വേണം, സക്സസ് ആണ്, അങ്ങനെ ഇങ്ങനെ പറയുന്നു. ഓക്കെ, അത് എങ്ങനെ നേടാം? അടുത്ത ചോദ്യം നമ്മൾ അതല്ലേ ചോദിക്കും. അപ്പം നമ്മൾ ഓത്തറുടെ അടുത്ത് ചോദിക്കുക, അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടിയേ, അതും കൂടെ സാറേ ഒന്ന് പറഞ്ഞുതാ എന്ന് നമ്മൾ ചോദിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ നമുക്ക് 3 steps to success, ഈ 3 സ്റ്റെപ്പിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാ? ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് ഈസ് ഇൻ ലവിങ് യുവർ വർക്ക്. നമ്മൾ ചെയ്യുന്ന തൊഴിലിൻ്റെ പുറത്ത് സ്നേഹം വേണം, കൂറ് വേണം, അഭിമാനം വേണം. അത് എങ്ങനത്തെ ജോലിയാണെങ്കിലും ആവട്ടെ. ഓക്കെ, നമ്മളൊരു ജോലി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു വെച്ചാൽ 30 വയസ്സിൽ ഒരു ഓഫീസിൽ ജോലി കിട്ടി പോകുന്നതെന്നല്ല. അത് മാത്രമല്ല, കൊച്ചിലേ തൊട്ടേ നമ്മൾ ഏതൊരു ജോലി ചെയ്താലും ഒരു 2ാം ക്ലാസ്സിലെ ഒരു കൊച്ചിന് എഴുതുന്നതായിരിക്കും വലിയ ഒരു ജോലി. ചില കുട്ടികൾക്കൊക്കെ, നല്ല ബുദ്ധിയുള്ള കുട്ടികൾക്കൊക്കെ ഈ 10 പ്രാവശ്യം ഇമ്പോസിഷനൊന്നും കൊടുത്താൽ അവർക്ക് എഴുതാൻ ഇഷ്ടമേ അല്ല, പിടിക്കത്തേയില്ല. അവർ 1 പ്രാവശ്യം എഴുതും, 2 പ്രാവശ്യം എഴുതിട്ടേച്ച് പോകും. അപ്പം അതൊരു ഹാർഡ് വർക്കാണ്. ഓക്കെ, അപ്പം അത് നേരെ ചൊവ്വേ ചെയ്താൽ അതാണ് വിജയം. ഒരു പോയം ടീച്ചർ പറഞ്ഞു തരുന്നു, പഠിച്ചുകൊണ്ട് പോവാ, നാളെ റെസിറ്റേഷൻ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം എല്ലാ കൊച്ചും അത് വീട്ടിൽ പോയി കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച് അടുത്ത ദിവസം അതിൻ്റെ ഫീലിങ്സോടെ പറയുമ്പം അതാണ് വിജയം. അപ്പം ഓരോ വയസ്സിലും, ഓരോ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യുന്നോ അതിനെ നല്ല രീതിയിൽ ചെയ്യുക, അതാണ് വിജയം. അപ്പം നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജോലിയുടെ കൂടെ ഒരു സ്നേഹം വേണം, മനസ്സിൻ്റെ 100% ഇൻവോൾവ്മെൻറ്റ് വേണം. ഇപ്പം വേറൊന്നും വേണ്ട, ഞാനിത് ചെയ്യുന്നു, ഞാൻ സ്ഥിരം ഈ ബുക്ക് വായിക്കുന്നു, അതിൻ്റെ നോട്ട്സ് എഴുതുന്നു, അതിൻ്റെ പല ഡീറ്റെയിൽസ് എല്ലാം എഴുതി വയ്ക്കുന്നു, ബുക്കിൽ അണ്ടർലൈൻ ചെയ്യുന്നു, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എടുത്ത് നോട്ട്ബുക്കിൽ എഴുതുന്നു. ബുക്കും ഇല്ലാതെ ഞാൻ വീഡിയോ ചെയ്യാൻ ഇരിക്കത്തില്ല. അതുമാത്രമല്ല, ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അതിന് ചുറ്റിയിലും എന്തൊക്കെ ഏർപ്പാടുകൾ ഞാൻ ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നതെന്നുള്ളത് ഒരു ദിവസം നിങ്ങൾ നേരിട്ട് വന്നാൽ അറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാനുള്ളതേ ഉള്ളൂ, ചിന്തിക്കാനുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ സമയം, അതിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടാണ് വീട്ടിലുള്ള ജോലികളെല്ലാം ഒതുക്കിയിട്ടാണ് വെളിയിൽ പോകേണ്ട ജോലി, ആളുകൾ വരുന്ന ജോലി. ഇപ്പം എല്ലാവരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാറ്റർഡേ സൺഡേ എന്നെ എവിടെയും വിളിക്കരുത്. എന്താ വെച്ചാൽ സാറ്റർഡേ സൺഡേ ആണ് ഇപ്പം മെയിനായിട്ട് വീഡിയോകൾ എടുക്കുന്നത്. മുമ്പൊക്കെ എല്ലാ ദിവസവും കുറേശ്ശെ എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ. അപ്പം ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പം അതൊക്കെ ചെയ്യുമ്പോഴേ എന്തൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരുന്നു, എന്തൊക്കെ പ്ലാനിങ് ചെയ്യേണ്ടി വരുന്നു, എന്തൊക്കെ ചിലവ് ചെയ്യേണ്ടി വരുന്നു, എന്തൊക്കെ തയ്യാറെടുപ്പ് വേണ്ടി വരുന്നു, അതൊക്കെ ചെയ്യുമ്പം ഞാനത് സന്തോഷത്തോടെ ചെയ്യുമ്പോഴാണ് അതിനകത്ത് 100% വിജയിക്കുന്നത്. വീഡിയോ തുടങ്ങി, ഏതോ ഒരു ചാനൽ തുടങ്ങി,
ഇന്ന് ചെയ്ത് തീർക്കാതെ എങ്ങനെ നിർത്തും, പോട്ടെ എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കാം. അങ്ങനെ ഒരു വീഡിയോ ഒരു 5 നിമിഷം ഞാനങ്ങനെ സംസാരിച്ചാൽ അത് വിജയിക്കത്തില്ല. എനിക്ക് ഇത് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്, ഹാപ്പിയാണ് ഞാൻ. അങ്ങനെ 100% ഇൻവോൾവ്മെൻറ്റോടെ കൂടിയാണ് എൻ്റെ മനസ്സും ബുദ്ധിയും ദേഹവും എല്ലാം അതിനകത്തോടെ ഇൻവോൾവ് ആയിട്ട് ഇരുന്നാണ് ഞാൻ ചെയ്യുന്നത്. ഒന്നും ഏനോ താനോന്ന് ഇത് ചെയ്യണമല്ലോ ഒന്ന് ഒരു ചെറിയ കാര്യം പോലും ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഇത് വേണം, അത് വേണം, ഇത് വേണം, പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ ചെയ്യണം, ഡ്രസ്സ് എങ്ങനെ ഉണ്ട്, ഫ്ലവർ വാസ് ഉണ്ടോ, ടൈമുണ്ടോ, ലൈറ്റ് ഉണ്ടോ, കാറുണ്ടോ, AC ഉണ്ടോ, എല്ലാം നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ ഇൻവോൾവ്മെൻറ്റോടുകൂടി ഞാൻ പറയുമ്പോൾ മാത്രമേ കേൾക്കുന്നവർക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നത്തുള്ളൂ. അതുപോലെ നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി, അത് ഏത് പ്രായമാണെങ്കിലും ശരി, ഏത് ജോലിയാണെങ്കിലും ശരി, അതിൽ മനസ്സിരുത്തി കരുത്ത് ഇരുത്തി സ്നേഹത്തോടെ സന്തോഷത്തോടെ ഇൻവോൾവ്മെൻറ്റോടെ ചെയ്യണം. ഇത് ചിലപ്പോൾ ഞാൻ റോഡിൽ നമ്മൾ പോകുമ്പോഴേ ഈ റോഡിൽ ഈ മാൻ ഹോളുണ്ടല്ലോ, ഈ അടപ്പൊക്കെ വരുമ്പം കംപ്ലൈൻ്റൊക്കെ വരുമ്പം മാൻഹോളിൻ്റെ അടപ്പ് എടുത്ത് മാറ്റി വെച്ചിട്ട് ആളുകൾ അതിനകത്ത് ഇറങ്ങും. വെറും ഒരു ചെറിയ കോണഹം കൊടുത്തോണ്ട് ഫുൾ ദേഹം അതിനകത്ത് ഇറങ്ങി അവിടുന്ന് അഴുക്കൊക്കെ വാരിയെടുത്ത് വെളിയിലിടും. അത് ഞാൻ കാണുമ്പം ഇത് ചെയ്യുന്നതും ഒരു മനുഷ്യൻ തന്നെയല്ലോ, ഇത് ചെയ്തിട്ടായിരിക്കും അവർ വീട്ടിൽ പോയി കുളിച്ചിട്ട് ഈ അഴുക്ക് വരുന്ന കൈ കൊണ്ടല്ലേ അവരും കഴിക്കേണ്ടത്. ദൈവമേ, അവർക്ക് വേണം ഒരു കളക്ടറെക്കാട്ടിലും ശമ്പളം കൊടുക്കേണ്ടത്. പക്ഷേ അവർക്കായിരിക്കും ഏറ്റവും കുറവായിട്ടുള്ള ശമ്പളം. പക്ഷേ ഞാൻ വിചാരിക്കും അവരുടെ ചിലപ്പോൾ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. എന്നാൽ അകത്ത് വിഷവായുക്കളൊക്കെ ഉണ്ട്, പോയ്സണസ് കാർബൺ മോണോക്സൈഡൊക്കെ അതിനകത്ത് കാണും. ചാക്കടയ്ക്ക് നാറ്റം വരുന്നതേ അതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇതിലും ഒരാൾ ഇറങ്ങി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാശിന് വേണ്ടിയായിരിക്കാം, എന്നാലും അത് ജീവനെ പണയം വെച്ചിട്ടാണ് അതിനകത്ത് ഇറങ്ങുന്നത്. അതേപോലെ ഇലക്ട്രിക്കൽ വർക്കിൽ എത്ര പേര് ഷോക്ക് അടിച്ച് മരിക്കുന്നു. അതിന് പിന്നെ അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കുന്നു, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഔട്ട് ഓഫ് കമ്പാഷൻ കൊടുക്കുന്നതാണ്. പക്ഷേ അതൊക്കെ എത്ര ജീവനെ പണയം വെച്ച് ചെയ്യുന്ന ജോലികളാണ്. അവർക്കൊക്കെ വേണം കൂടുതൽ പൈസ ശമ്പളമായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും, ഇയാൾക്കല്ലേ ഇത്ര ശമ്പളം, ഒരു ഡിസ്ട്രിക്ട് കളക്ടറിനെക്കാട്ടിലും കൂടുതൽ ശമ്പളം ഇയാൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയൊക്കെ ഒരാൾ എന്ത് ജോലി ചെയ്താലും അതിൽ മനസ്സിരുത്തി സന്തോഷത്തോടെ ചെയ്യുമ്പം അത് വിജയിക്കും. അപ്പം അതിന് ഇപ്പം ഒരാൾ നല്ല ഒരു റെപ്രസെൻറ്റേറ്റീവ് ആവണം, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആകണം. ഒരു കൊച്ചു വയസ്സിലൊക്കെ പഠിച്ച് ഇറങ്ങിയ ഉടനെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നതൊക്കെ വലിയ അന്തസ്സുള്ള കാര്യമായിട്ടാണ് ആളുകൾ കാണുന്നത്. അപ്പോൾ ഒരു ബാഗും തൂക്കിക്കൊണ്ട് അതിനകത്ത് കുറേ മരുന്നുകളും കുറേ പേപ്പറുകളും ഒക്കെ എടുത്തുകൊണ്ട് ക്ലിനിക്കായിട്ട് അവൻ കയറി ഇറങ്ങണം. എല്ലാ ഡോക്ടറെയും കാണണം, ഇത് അവൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് സംസാരിക്കണം, സന്തോഷമായിട്ട് സംസാരിക്കണം. ഒരു ഡോക്ടർ ചിലപ്പം ബിസി ആയിരിക്കും, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കാണും, 3 മണിക്കൂർ 4 മണിക്കൂറാകും, അവിടെ ജീവിതത്തോട് പോരാട്ടമായിരിക്കാം. അപ്പോൾ ഞാൻ വരുമ്പോൾ ഈ ഡോക്ടർ എപ്പോൾ നോക്കിയാലും തിയേറ്ററില്ല, ഈ ഡോക്ടർ അവൈലബിൾ അല്ല, ഞാൻ ഇങ്ങോട്ട് ഇനി ഈ ജോലി എനിക്കൊന്നും എവിടെയും കാത്തിരിക്കാൻ ഒക്കത്തില്ല, എനിക്ക് മണിക്കൂറുകൾ വരാണ്ടയിൽ കാത്തുകെട്ടി നിൽക്കാനൊന്നും ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ വിജയിക്കുമോ? അവൻ ക്ഷമയോടുകൂടി 4 മണിക്കൂറാണെങ്കിൽ 4 മണിക്കൂർ കാത്തിരിക്കണം. ഡോക്ടർ വന്നേ പിന്നീട് അപ്പോഴും ദേഷ്യം കാണിക്കാൻ പറ്റത്തില്ല. അവൻ ചിരിച്ച മുഖത്തോട് എല്ലാം പറഞ്ഞാലേ അവന് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് ഡോക്ടർ എഴുതാൻ സമ്മതിക്കത്തുള്ളൂ, ഇല്ലയോ? അങ്ങനെ അവന് ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഏത് ജോലി ചെയ്താലും ഇപ്പോൾ അതിന് വേണ്ടി പ്രയത്നിക്കണം, അതാണ് വേണ്ടിയത്. അതാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? ഈ തമിഴിലൊരു ചൊല്ലുണ്ട്, ചെയ്യും തൊഴിലേ ദൈവം. അതെനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. ചെയ്യും തൊഴിലേ ദൈവം. നീ ദൈവം എന്ന് കിടന്ന് അമ്പലമായിട്ട് കയറി ഇറങ്ങണ്ട. നീ ചെയ്യുന്ന ജോലിയിൽ ദൈവം കട തുറക്കുന്നു, രാവിലെ എണ്ണിച്ച്
കട തുറക്കുന്നോ കടയൊക്കെ തൂത്ത് നീറ്റാക്കി വെള്ളം തെളിച്ച് വെളിയിലും അകത്തുമൊക്കെ വെള്ളം തെളിച്ച് ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ കടയുടെ ഐശ്വര്യം വേറെ അല്ലയോ? അപ്പം നമ്മൾ ചെയ്യുന്ന ജോലിയെ ദൈവമായിട്ട് നമ്മൾ കാണുക, അതാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വേണ്ടിയത്. അതായത് പിന്നെ ചിലർ പറയും, എൻ്റെ ജീവിതത്തിൽ ഏത് വഴിയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് എനിക്ക് ഇന്നേ വരെ കണ്ടുപിടിക്കാനേ പറ്റിയിട്ടില്ല. എനിക്ക് വയസ്സ് 40 ആകുന്നു, ഞാൻ ഏതോ പഠിച്ചു, ഏതോ ജോലി അപ്ലൈ ചെയ്തു, ഏതോ കിട്ടി, ഏതോ ചെയ്യുന്നു, ഏതോ ശമ്പളം വരുന്നു, ഏനോദാനോ എന്നുള്ളത് ജീവിതം, എന്തൊക്കെയോ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. 4 പേരുടെ കൂടെ നാടോടുമ്പം നടുവേ ഓടുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നു. പക്ഷേ എനിക്ക് അതിനകത്തൊരു ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല, എനിക്കൊരു സംതൃപ്തിയില്ല, ഒരു സന്തോഷമില്ല. എങ്ങനെയോ എല്ലാം മെക്കാനിക്കലായിട്ട് ഓടുന്നു. അപ്പോൾ എനിക്ക് ഏറ്റ ജോലി എന്തുവാന്ന് എനിക്ക് ആര് വന്ന് പറയും? ആരും വന്ന് പറയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഏത് ഇൻട്രസ്റ്റോ അത് വേണം ചെയ്യാൻ. ഇപ്പം ഫോറിനിലൊക്കെ ഇപ്പോൾ ഒരു BCom പഠിച്ച ഒരാളായിരിക്കും, അവൻ ചെയ്യുന്ന ജോലി ഫോട്ടോഗ്രാഫി ആയിരിക്കും. ഫോട്ടോഗ്രാഫി പഠിച്ചവനായിരിക്കാം, ഡിഗ്രിയിൽ കോളേജിൽ കയറി ഫോട്ടോഗ്രാഫിയുടെ ഡിഗ്രി എടുത്ത് കാണും, പക്ഷേ അവൻ ചെയ്യുന്നത് മ്യൂസിക് ആയിരിക്കാം. അപ്പം പഠിച്ചത് വേറെ, അവൻ്റെ പാഷൻ വേറെ. പാഷൻ, PASSION, പാഷൻ എന്ന് വെച്ചാൽ അവന് ഏറ്റവും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പം പെയിൻറ്റിങ്ങിന് പഠിച്ചു, അല്ലെങ്കിൽ BCom പഠിച്ചു, അല്ലെങ്കിൽ BTech പഠിച്ചു, എൻജിനീയർ തന്നെ ആവണമെന്നില്ല, ഏതോ പഠിച്ചു, അതിൽ പല സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ട്, ഒരു BTech ഡിഗ്രി എടുത്തു. പക്ഷേ ഇവന് ഏറ്റവും ഇഷ്ടം പാട്ടാണ്, മ്യൂസിക് കമ്പോസറായിട്ട് ആവണമെന്നാണ്. കൊച്ചിലേ ചിലപ്പോൾ ഈ ഒരു പ്ലേറ്റും ഒരു ഗ്ലാസും അല്ലെങ്കിൽ ഒരു തവിയും വെച്ചുകൊണ്ട് തട്ടിക്കൊണ്ട് നടക്കുന്ന അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ മ്യൂസിക് കമ്പോസർ ആകണമെന്നാണ് അവൻ്റെ ആഗ്രഹം. അപ്പം ആ ലൈനിൽ പോയാൽ മാത്രമേ അവന് ശോഭിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു ജോലി, അവൻ്റെ ജീവിതം നടത്തിക്കൊണ്ടുപോകാൻ ശമ്പളം എല്ലാം, ഒരു അന്തസ്സ്, ഓക്കെ, അതൊക്കെ കിട്ടും. പക്ഷേ ഈ സംതൃപ്തിന്ന് മനസ്സിനകത്ത് കിട്ടണമെങ്കിൽ അത് അവനോൻ്റെ പാഷൻ എന്തുവാന്ന് അറിഞ്ഞ് ചെയ്യണം. ആ പാഷൻ എങ്ങനെയാണെന്ന് അറിയാൻ 4 പേര് വെളിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് പറയേണ്ട ആവശ്യമില്ല, പറയാൻ ഒക്കത്തുമില്ല. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കത് തട്ടണം. ഇതാണ് എനിക്കിഷ്ടം. ശരി ടീച്ചറെ, എനിക്ക് ഒന്നും തട്ടുന്നില്ല ടീച്ചറെ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ അതിനും ഒരു വഴിയുണ്ട് മകനെ. എന്തുവാ? ആസ്ക് യുവർ ഇൻഫിനിറ്റ് ഇൻ്റലിജൻസ് ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുക, രാത്രി കിടക്കാൻ നേരത്ത് അല്ലെങ്കിൽ നേരം വെളുത്തോടനെ ബെഡിൽ ഇരുന്നുകൊണ്ട് തന്നെ, എൻ്റെ പാഷൻ ഏതാ? ഞാൻ ഈ ജീവിതം, ഈ ജന്മം എടുത്തത് എന്തിനാ? ഞാൻ എന്തുകൊണ്ടാണ്, ഞാൻ എന്തോ ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഈ ലോകത്ത് വന്നതിൻ്റെ നിയോഗം എന്തുവാ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് ഒരു വഴി കാണിക്കും. ആ വഴി പോയാൽ നിങ്ങൾക്ക് സക്സസ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്തൊക്കെയാ? ചെയ്യുന്ന ജോലിയിൽ കൂറും സ്നേഹവും ഇൻവോൾവ്മെൻറ്റും വേണം. ഏത് ജോലിയാണ് എനിക്ക് ചേർന്നത്, എനിക്ക് പറ്റിയ ജോലി ഏതാ, എനിക്ക് ഇഷ്ടമുള്ള ജോലി ഏതാന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ചോദിക്കുക, അത് വഴി കാണിച്ചു തരും. അത് സ്റ്റെപ്പ് 1. ഓക്കെ, രണ്ടാമത് സ്റ്റെപ്പ് 2. ശരി, ഞാൻ ഒരു റിസർച്ചറായിട്ട് പോകണം. ഞാൻ BTech പഠിച്ചത്. എനിക്ക് റിസർച്ച് ചെയ്യാനാണ് ആഗ്രഹം, എനിക്ക് അതിലാണ് എൻ്റെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഓക്കെ, നീ BTech പഠി, MTech പഠി, എന്ത് വേണമെങ്കിലും പഠി, അതിലേ പഠിച്ചിട്ട് അതിൽ ഒരു 100% അതിനകത്ത് സ്പെഷ്യലൈസേഷൻ ചെയ്യാൻ നോക്കണം. അതായത് ഈ കാട് കയറിയ രീതി എന്ന് പറയും. കാട് കയറിയ രീതി എന്ന് വെച്ചാൽ കാട് ഇന്ന രീതിയിലായി ചെടികളും മരങ്ങളും വളരണമെന്നില്ല, അത് എവിടെയൊക്കെ കിട്ടാൻ വന്നാൽ അവിടെയൊക്കെ പറ്റി പിടിച്ച് വളരും. ആ രീതിയല്ല, ഇന്നതാണ് എൻ്റെ റൂട്ട്. ഞാൻ BTech തീർക്കും, അടുത്ത MTech തീർക്കും, അടുത്തത് PhD ചെയ്യും, അതിന് പിന്നെ ജോലി നേടും. ഒരു കാഴ്ചപ്പാട്, ഒരു ഫോക്കസ് വേണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്.
സോ നമ്മൾ എന്തുവാ പഠിക്കുന്നത്, എന്തുവാ ജോലി ചെയ്യാൻ പോകുന്നതെന്ന് അറിയണം ഫസ്റ്റ്. നമ്പർ 2, അതിൽ മികച്ച രീതിയിൽ അതിൽ സ്പെഷ്യലൈസ് ചെയ്യണം. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി? റിസർച്ച് ഇൻ നാനോ ടെക്നോളജി, അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി. ഗുഡ്. അപ്പോൾ ഈ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്തുവാന്ന് അറിഞ്ഞുകൂടാ. അതിൽ ഒരാൾ റിസർച്ച് ചെയ്യണമെങ്കിൽ, അതിൽ അവന് എത്ര ദൂരം അറിവുണ്ടെങ്കിൽ, അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ റിസർച്ച് ചെയ്യാൻ നോക്കും. അപ്പം അതാണ് സ്പെഷ്യലൈസേഷൻ. ഏതൊരു കാര്യം എടുത്താലും അതിൽ അങ്ങേയറ്റം പഠിച്ചെടുക്കണം, അതിന് അങ്ങേയറ്റം എക്സ്പീരിയൻസ് നേടാൻ നോക്കണം. എല്ലാത്തിലും ആ മേഖലയിൽ ടോപ്പിൽ വരണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പ് കണ്ടുപിടിച്ചാൽ ഉടനെ അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യണം. സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങേയറ്റം വരെ അതിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ നല്ലതും നന്മയും തിന്മയും നല്ല വശവും ചീത്ത വശവും എങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യരുത് എല്ലാം അറിഞ്ഞ് വെക്കണം. ഓക്കെ, അറിഞ്ഞ് വെച്ചാൽ പോരാ, അറിഞ്ഞ് പ്രവർത്തിക്കണം. ഓക്കെ, അതാണ് വേണ്ടിയത്. അപ്പം അതിന് ഫുൾ ടൈം അറ്റൻഷൻ വേണം. ഫുൾ ടൈം കൊടുക്കണം, അറ്റൻഷൻ കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം സ്പിരിച്വാലിറ്റിയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മൂമ്മയാണ് എൻ്റെ ഗുരു, ആദ്യത്തെ ഗുരു എൻ്റെ അമ്മയാണ് ഗുരു, അടുത്തത് എൻ്റെ അമ്മൂമ്മയാണ് ഗുരു. അപ്പോൾ കൊച്ചിലേ തൊട്ട് എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എനിക്ക് പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്ത് അമ്പലത്തിൽ പോയി അങ്ങനെ വന്നുകൊണ്ട് എനിക്ക് ആത്മീയതയിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ അത് എനിക്കുള്ളത്. അതേപോലെ എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമാണ്. കൊച്ചിലേ ഇംഗ്ലീഷിൽ നല്ലപോലെ സ്വന്തമായിട്ട് കവിത എഴുതും, കഥ എഴുതും, ക്വസ്റ്റ്യൻ ആൻസർ എഴുതും. ഇംഗ്ലീഷിൽ ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതൊന്ന്. പിന്നെ സയൻസ് ഭയങ്കര ഇൻട്രസ്റ്റാണ്. സയൻസ് എന്ന് വെച്ചാൽ ബയോളജി. ഈ ഫിസിക്സും കെമിസ്ട്രിയിലും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, മാത്സ് അത്ര പോരാ. അതേസമയത്ത് ബയോളജിയിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം ആ ബയോളജിയിൽ എനിക്ക് അങ്ങേയറ്റം ഡിഗ്രി നേടാൻ പറ്റി. അത് ക്ലാസ് എടുക്കാൻ പറ്റുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ അതിനകത്ത് ഞാൻ അതിനകത്ത് തന്നെ അങ്ങ് അലിഞ്ഞ് ചേരുന്നു. അതൊരിത്. ശരി, ഇത് കഴിഞ്ഞു. റിട്ടയർമെൻറ്റായി. അതുവരെ എൻ്റെ ഇംഗ്ലീഷും ബയോളജിയും സയൻസും എല്ലാം അഡ്മിനിസ്ട്രേഷനും എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി 100% എനിക്ക് 60 വയസ്സിൽ ഞാൻ റിട്ടയർ ആയപ്പോൾ 100% എനിക്ക് തൃപ്തി ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയോ നമ്മൾ സാധിച്ചു, എന്തൊക്കെയോ എനിക്ക് ചെയ്യാൻ പറ്റി, എത്ര പിള്ളേരെ ഞാൻ ട്രാൻസ്ഫോം ചെയ്തു, എത്ര പേരൻസിന് ഞാൻ അഡ്വൈസ് കൊടുത്തു, എന്തൊക്കെ ടീച്ചേഴ്സിനെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഗൈഡ് ചെയ്തു, അതിലൊരു തൃപ്തിയുണ്ട്. അതൊന്ന്. ശരി, റിട്ടയർമെൻ്റ് ആയ പിന്നീട് ഫുൾ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങി. അപ്പം ഈ കൊറോണ പീരീഡിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ മോള് പറഞ്ഞു, അമ്മ എത്ര വീഡിയോ ഓരോരുത്തർ ഈ കൊറോണ പീരീഡിൽ ഇടുന്നു, ചിലതെല്ലാം കാണാനും കൊള്ളരുത്, കേൾക്കാനും ഉള്ള സൗണ്ടില്ല, അവർ എന്തുവാ പറയുന്നതെന്ന് അവർക്കേ അറിഞ്ഞുകൂടാ, ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും, മൊബൈലിട്ട് പൊട്ടിക്കണം പോലെ വരും. അമ്മ ഇത്രയൊക്കെ പഠിക്കുന്നല്ലോ, ഇത്രയും ബുക്സ് വായിക്കുന്നല്ലോ, ഏതെങ്കിലും ഒരു നല്ല ചാനൽ തുടങ്ങണം അമ്മ എന്ന് എൻ്റെ മോള് പറഞ്ഞപ്പോൾ നോ. അത് ഞാൻ കാതിൽ കേട്ടതെന്നല്ലാതെ, കാതിൽ കേട്ട് വായ കൊണ്ട് നോ പറഞ്ഞു എന്നല്ലാതെ അതിനെ എൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടേ ഇല്ല. എന്നുവെച്ചാൽ അപ്പോൾ അതിൻ്റെ സമയം വന്നില്ല. അതേ ഞാൻ ഒരു 3 വർഷം കഴിഞ്ഞ് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞപ്പോഴാണ് എനിക്കത് തലയിൽ കയറിയത്. ശരി, നമുക്കൊന്ന് ചെയ്യാം. എന്നാൽ പിന്നെ ഒരു ചാനൽ തുടങ്ങാം, നമുക്കറിയാവുന്നതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പം ഇതിലിപ്പം എനിക്ക് 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. റിട്ടയർമെൻറ്റിന് മുമ്പേ ഉള്ള ഇൻവോൾവ്മെൻറ്റ് അതും 100% ആയിരുന്നു. ഇപ്പോൾ ഇതിലും ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് 100% ഇൻവോൾവ്മെൻറ്റും ഉണ്ട്. എല്ലാത്തിലും. അത് ടോയ്ലറ്റ് കഴിയാലും ശരി, അടുക്കളയിൽ ജോലി ചെയ്താലും ശരി, പാചകം വെച്ചാലും ശരി, ആളുകൾക്ക് വിളമ്പി കൊടുത്താലും ശരി, അല്ലാതെ അതിൻ്റെ പാത്രം തേച്ചാലും ശരി, അല്ലെങ്കിൽ തുണി നനച്ചാലും ശരി, എല്ലാത്തിലും എനിക്കൊരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ആ ജോലിയൊക്കെ ചെയ്യുമ്പം എനിക്ക് ടയേർഡായിട്ടേ തോന്നത്തില്ല. എത്ര ജോലി വേണമെങ്കിലും എടുത്തിട്ട് ചെയ്യും. അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പം ക്ഷീണം തോന്നത്തില്ല, വെറുപ്പ് തോന്നത്തില്ല, സമയം പോകുന്നത് അറിയത്തില്ല. ഇപ്പം ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോയിലും ബുക്ക് വായനയിലും എല്ലാം ചെയ്യുന്നത്. അപ്പം അതിൽ ഫുൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, കാശ് ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ എത്ര ഗുരുക്കന്മാരുടെ അടുത്ത് പോയി,
ഒരു 7-8 ഗുരുക്കന്മാർ എനിക്കിപ്പം നിലവിലുണ്ട്. അത് എത്ര പ്രാവശ്യം ട്രെയിൻ ടിക്കറ്റും ബസ്സും, മിക്കവാറും ട്രെയിനിലാണ്, എത്ര ട്രെയിൻ ടിക്കറ്റ് എടുത്തു, പോയി വന്നു, അവിടെ സ്റ്റേ ചെയ്തു, എത്ര ലക്ഷങ്ങൾ അതിനു വേണ്ടി ഞാൻ ചിലവ് ചെയ്തു. പക്ഷേ എനിക്കതിൽ ദുഃഖമില്ല, ഹാപ്പിയാണ്, സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓരോ ഗുരുക്കന്മാരുടെ അടുത്തു നിന്നും ഓരോ സംഗതികൾ കിട്ടിയിട്ടുണ്ട്, ഓരോ നല്ല കാര്യം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഓരോരുത്തരും. അപ്പം അതാണ് നമുക്ക് വേണ്ടിയത്. ഒരു മേഖലയെ നമ്മൾ എടുത്തു, അതിൽ അങ്ങേയറ്റം കണ്ടുപിടിച്ച് എത്തിച്ചേരണം. അപ്പോൾ അതിന് സമയം ചെലവിടേണ്ടി വരും, കാശ് ചെലവഴിക്കേണ്ടി വരും, ചിലപ്പോൾ അവിടെയൊക്കെ വലിയ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ നടക്കും ലൈഫിൽ. പക്ഷേ അതെല്ലാം ഒരു ചാലഞ്ചായിട്ട് എടുത്ത് നമ്മൾ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എനിക്ക് മാത്രമുള്ള കാര്യമല്ല, ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന പോലെയുള്ള ഒരു ജോലി എടുക്കണം. ഞാൻ മാത്രം അത് ജോലി ചെയ്തു, അതുകൊണ്ട് എനിക്കതിന് ശമ്പളം കിട്ടി, ഞാനായി, എൻ്റെ ഭാര്യയായി, എൻ്റെ മക്കളായി, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോന്നും ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ സമൂഹത്തിന് ഒരു നല്ലത് കൊണ്ടുവരണം. അങ്ങനെ വിചാരിച്ച് വേണം അത് ചെയ്യാൻ. അത് സ്റ്റെപ്പ് നമ്പർ 2. അപ്പോൾ അതിലെന്തുവാ പറയുന്നത് വെച്ചാൽ, അതായത് സെൽഫിഷായിട്ടിരിക്കാൻ പാടില്ല. എൻ്റെ നന്മയെ മാത്രം, എനിക്ക് എത്ര കാശ് കിട്ടുന്നു, അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. എപ്പോഴുമേ നമ്മളുടെ സന്തോഷവും വിജയിക്കുന്നതും കാശ് കൊണ്ട് മാത്രം അളക്കാൻ പറ്റില്ല. നമ്മുടെ സന്തോഷം, നമുക്ക് എത്ര സംതൃപ്തി കിട്ടുന്നു, അതാണ് നമുക്ക് അളക്കാനുള്ള ഒരു അളവ് പോലെ. അപ്പം അതെന്തോ പറയുന്നത്, അവർ ഡിസയർ ഷുഡ് ബി ടു സെർവ് ദ വേൾഡ്. ലോകത്തിലുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന മാതിരി ഒരു കാര്യം ചെയ്യണം. ഓക്കെ, അതായിരിക്കണം നമ്മളുടെ ഉന്നം. അപ്പം ഇതെന്തോ പറയുന്നത് വെച്ചാൽ, ഇതും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹീ ദാറ്റ് ഈസ് ഗ്രേറ്റ് അമങ് യു, ദാറ്റ് ഈസ് ഗ്രേറ്റ് അമങ് യു. ഇപ്പം നിങ്ങളിൽ ആര് ഗ്രേറ്റ് ആയിട്ടുണ്ടോ, ആര് ഒരു സബ്ജക്റ്റിൽ എക്സ്പേർട്ടായിട്ടുണ്ടോ, ലെറ്റ് ഹിം ബിക്കം യുവർ സെർവൻറ്റ്. ലെറ്റ് ഹിം ബിക്കം യുവർ സെർവൻറ്റ്. യുവർ സെർവൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ദൈവത്തിൻ്റെ സെർവൻ്റ് ആവട്ടെ, ദൈവദൂതനാവട്ടെ, ദേവദൂതനാവട്ടെ. അങ്ങനെ പല ദേവദൂതന്മാരെ അയച്ചാണ് ഈ ഭൂലോകത്തിനെ നന്നാക്കുന്ന ദൈവം. അപ്പം അതിൽ ഒരു സെർവൻ്റ് ആവട്ടെ. ആര്? ഇപ്പം ഇവിടെ ഒരു 100 പേരുണ്ടെങ്കിൽ 100 പേരും സെർവൻ്റ് ആവാൻ പറ്റൂല. ദൈവത്തിൻ്റെ സെർവൻ്റ് എന്ന് പറഞ്ഞാൽ ദേവദൂതനാവണമെന്നുണ്ടെങ്കിൽ ഈ 100 പേരിൽ 1-2 ആൾക്കാർ ഗ്രേറ്റ്, അവരാണ് ഈ ലോകത്തിനെ, ഈ സമൂഹത്തിനെ നടത്തിക്കൊണ്ട് ചെല്ലാൻ കഴിവുള്ള ഒരു ലീഡർ. ആ ലീഡറാവണം. അപ്പം നമ്മുടെ ചിന്തയും നമ്മളുടെ ഔട്ട്ലുക്കും എന്നൊക്കെ പറയുന്നത് വളരെ ഹൈ ലെവലായിട്ടിരിക്കണം. ഒരു ആൾട്രൂയിസ്റ്റിക് ആയിട്ടിരിക്കണം. ആൾട്രൂയിസ്റ്റിക് എന്ന് വെച്ചാൽ പരോപകാരം, ഉപകരിക്കണം. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം 10 പേർക്ക് ഉപകരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യാവൂ. അത് ഏത് കാര്യമാണെങ്കിലും ശരി. സൊസൈറ്റിക്ക് നല്ലത് ചെയ്യണം, വേൾഡ് ലെവലിൽ നല്ലത് ചെയ്യണം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അത് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എന്തുവാ? ഇതാണ് പറയുന്നത്. അതായത് ലോകത്തിന് നന്മ ചെയ്യുന്ന ലെവലിന് നമ്മൾ പോകണം. അതായത് എത്രയോ പേര് ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അവരുടെയൊക്കെ പേര് ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കാര്യം അവരുടെ കുടുംബത്തിൽ മാത്രമാണ് അറിയുന്നത്. അതേസമയത്ത് എത്രയോ പേര് ലോക നന്മയ്ക്കായിട്ട് ജീവിക്കുന്നു, ലോകത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു. അവരുടെ പേര് എല്ലാവർക്കും അറിയപ്പെടുന്നു. എല്ലാവർക്കും അത് അറിയാൻ ഉള്ള ഒരു സാഹചര്യം കിട്ടുന്നു അവർക്ക്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് വേൾഡ് ലെവലിൽ, ഏത് ചെയ്താലും വേൾഡ് ലെവലിൽ, ഹൈ ലെവലിൽ ഇത് എല്ലാവർക്കും, സൊസൈറ്റിക്ക് മൊത്തം എത്തിച്ചേരണം എന്നുള്ള ഒരു ചിന്തയോട് കൂടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പം ഫസ്റ്റ് നമ്മൾക്ക് നമ്മുടെ ലൈൻ ഓഫ് ഇൻട്രസ്റ്റ് എന്തുവാണെന്ന് അറിയണം, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ്, അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവണം. ഓക്കെ, അത് സെക്കൻഡ് സ്റ്റെപ്പ്.
തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ലോകമെമ്പാടും ഉള്ള ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ വേണം. സെൽഫിഷായിട്ട് ഇരിക്കരുത്. എനിക്ക് മാത്രം ഞാൻ ഇത് ചെയ്തോളും, എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം അല്ല, ലോകത്തിൽ ഒട്ടുമൊത്ത ആൾക്കാർക്കും, ഹ്യൂമാനിറ്റിക്ക്, വേൾഡ് ലെവലിൽ അത് ആർക്കെങ്കിലുമൊക്കെ നല്ലത് കൊണ്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഈ 3 സ്റ്റെപ്പാണ് നമ്മളുടെ ജീവിതം വിജയകരമായിട്ടാക്കാൻ ഉള്ള വഴികൾ എന്നാണ് പറയുന്നത്. അപ്പം ഇനിയെങ്കിലും ചിന്തിച്ച് നമ്മളുടെ ജീവിതശൈലിയൊക്കെ മാറ്റുക എന്ന് വെച്ചാൽ ഉടനെ ജോലി കളയണം, ഞാൻ ഇനി സൊസൈറ്റിയിൽ സർവീസിന് ഇറങ്ങാൻ പോവുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ജോലി ഇരിക്കട്ടെ, നമുക്ക് ശമ്പളം വേണം, കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതല്ലാതെ ചിലർ ജോലികൾ ചെയ്യും, പക്ഷേ അതിനകത്തൊരു സംതൃപ്തിയേ ഇല്ല, ഒരു സാറ്റിസ്ഫാക്ഷനേ ഇല്ല. അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം നിങ്ങളുടെ ജോലിയിൽ നല്ല സാറ്റിസ്ഫാക്ഷനോട് ചെയ്യുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യും. ഇപ്പം ഞാൻ ടീച്ചറായിരുന്നു, എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. പല രീതിയിൽ ഞാൻ സംസാരിച്ച് നോക്കും, പല രീതിയിലും പറഞ്ഞു കൊടുത്ത് നോക്കും. ഓരോ രീതിയിൽ പറയുമ്പോഴും ചില കുട്ടികളുടെ കണ്ണിൽ പ്രകാശം വരും. അതാണ് എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അതാണ് എനിക്ക് കിട്ടുന്ന ഗിഫ്റ്റ്, തിരിച്ച് കിട്ടുന്ന ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ടീച്ചറായി, എനിക്കത് ഇഷ്ടപ്പെട്ട ജോലിയായിരുന്നു. അതുകൊണ്ട് കുറേ കുട്ടികൾക്ക് ഞാൻ എൻ്റെ ടീച്ചിങ് കാരണം അവർക്ക് നന്മ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം യൂട്യൂബിൽ ഇത് ചെയ്യുന്നതും ഒട്ടുക്കെ പോയി ചേരാനുള്ള സംഗതികളാണ് ഞാൻ പറയുന്നത്. അല്ലാതെ എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, അതിലൊരു 5 കാശുണ്ടെങ്കിൽ എനിക്കത് മതി, അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം വീഡിയോസ് ഇടുന്നതും എനിക്ക് തിരിച്ച് മോണിറ്റൈസേഷൻ, എനിക്ക് ഒരു മോണിറ്റൈസേഷനും വേണ്ട. യൂട്യൂബ് തന്നല്ല എനിക്ക് നിറയേണ്ടിയത്. അല്ലാതെ എത്ര പേരുടെ ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പറ്റുമോ, നല്ല രീതിയിൽ അവർക്ക് വഴികാട്ടാൻ പറ്റുമോ, അതാണ് ഞാനിപ്പം ചെയ്യുന്നത്. അതുപോലെ ഓരോരുത്തരും അത് എന്തുവാന്ന് കണ്ടുപിടിച്ച് അതിൽ ഇറങ്ങി ചെയ്താൽ 100% നമുക്ക് നമ്മളുടെ ജീവിതം വിജയകരമായിട്ടാകും. ഓക്കെ, ആ ലൈനിൽ ചിന്തിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.